ഹായ് നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമല്ലേ? തക്കാളി ദോശ കഴിച്ചിട്ടുണ്ടോ? സൂപ്പറാണ് കേട്ടോ. അരി അരയ്ക്കണ്ട, കുതിർക്കണ്ട, നമുക്ക് മാവ് പുളിപ്പിക്കാൻ വെക്കണ്ട. വളരെ ഈസി ആയിട്ട് രാവിലെ നമുക്ക് 5 മിനിറ്റിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ദോശയാണ്. എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കാം. റെസിപ്പി ഇഷ്ടമായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇതിലേക്കായിട്ട് നമ്മളൊരു മിക്സിയുടെ ജാർ എടുക്കുന്നു. ഒരു 2 പച്ചമുളക്, 1-2 പച്ചമുളക് ഇടുക. പിന്നീട് അതിലേക്ക് ഒരു പീസ് ഇഞ്ചി കൂടി ചേർത്ത് കൊടുക്കുക. പിന്നീട് ഒരു അര സവാള കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ വേണ്ടത് നമ്മളുടെ മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ് എന്ന് പറയുന്നത് തക്കാളിയാണ്. ഞാൻ 2 തക്കാളി ഇത് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. 2 തക്കാളി ചേർത്ത് കൊടുക്കാം. അതും കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുത്ത് കൊണ്ടുവരണം കേട്ടോ. തരിയൊന്നുമില്ലാതെ നന്നായിട്ട് അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ 1 കപ്പ് റവ ചേർത്ത് കൊടുക്കുന്നു. പിന്നീട് അതിലേക്ക് ഒരു 1/2 കപ്പ് ഗോതമ്പ് പൊടി. ഇത് രണ്ടും കൂടി ചേർത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്നുകൂടി അരച്ചെടുക്കുക. കുറച്ച് ഉപ്പ് കൂടി ഇടണം കേട്ടോ. അരയ്ക്കുന്നതിൻ്റെ മുന്നേ നമ്മൾ കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് അരച്ചെടുക്കുക. ഇത് നമുക്ക് 5 മിനിറ്റിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ദോശ റെസിപ്പിയാണ്. രാവിലെ നമുക്കൊരു ബ്രേക്ക്ഫാസ്റ്റും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റില്ല. എത്രയധികം പെട്ടെന്ന് വേറൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല. ഇതാ ഞാൻ നന്നായിട്ട് അരച്ചെടുത്ത് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഇത് നല്ല തിക്കായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ നമുക്കതിലേക്ക് കുറച്ച് വെള്ളമൊക്കെ ചേർത്ത് കൊടുത്ത് ദോശയുടെ പരുവത്തിലാക്കി മാറ്റാം കേട്ടോ. നമ്മൾ ദോശമാവ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് അതേ കൺസിസ്റ്റൻസിയിലാണ് ഇതും ഇളക്കിയിട്ട് നമ്മൾ വെള്ളമൊക്കെ ചേർത്ത് അതേ കൺസിസ്റ്റൻസിയിലാക്കി വെക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ദോശ നല്ല സോഫ്റ്റായിട്ടും നല്ല വലുപ്പത്തിലും ചൂടാൻ പറ്റുകയുള്ളൂ. നന്നായിട്ടൊന്ന് ഇളക്കി ചേർത്ത് ആവശ്യത്തിന് വെള്ളമൊക്കെ ചേർത്ത് നമ്മൾ ബാറ്റർ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് അടച്ചു വയ്ക്കാം. ഒരു 5 മിനിറ്റ് നമുക്കൊന്ന് അടച്ചു വെച്ച് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു പാത്രം എടുത്ത് അടച്ചു വയ്ക്കുന്നു. ഒരു 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ചുട്ടെടുക്കുന്നത് കേട്ടോ. വളരെ ഈസിയാണ്, ഒരു പണിയുമില്ല. നമുക്കൊരു പാൻ വയ്ക്കുന്നു. ചൂടായി വന്നതിൻ്റെ ശേഷം നമ്മളത് ചേർത്ത് നന്നായിട്ട് പരത്തിയെടുക്കുക. വളരെ സിമ്പിളായിട്ട് പരത്തിയെടുക്കാൻ കഴിയും. ഒന്നും പറ്റി പിടിക്കുകയോ ഒന്നുമില്ല. നമുക്ക് സാധാ ദോശ ഉണ്ടാക്കുന്ന പോലെ തന്നെ അതേ വലുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. വേണമെങ്കിൽ നമുക്കൊരു എണ്ണയോ കുറച്ച് നെയ്യോ ഒക്കെ ഒന്ന് തൂവി കൊടുക്കാം. എന്നിട്ട് നമുക്ക് മറിച്ചിട്ടെടുക്കാം. വളരെ എളുപ്പത്തിൽ മറിച്ചിടാൻ പറ്റും കേട്ടോ. പറ്റി പിടിക്കുകയോ അങ്ങനെയൊന്നുമില്ല. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്. ഇത് വളരെ നൈസായിട്ട് ഉണ്ടാക്കിയെടുക്കാം. നൈസായിട്ടുള്ള ദോശയുമാണ്, വളരെ ടേസ്റ്റിയുമാണ്. ഇതിന് കറികളൊന്നും ആവശ്യമില്ല കേട്ടോ. നമുക്ക് കറികളില്ലാതെ തന്നെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കാൻ പറ്റുന്ന ഒരു ദോശ ഐറ്റം കൂടിയാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ചമ്മന്തിയോ സാമ്പാറോ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എടുത്ത് വയ്ക്കാം. അല്ലെങ്കിൽ കറിയുടെ ആവശ്യമൊന്നുമില്ല. നമ്മുടെ റെസിപ്പി ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്